ഘടോൽഗജൻ മൂന്നാം ഭാഗം. മാക്കാനെ മലർത്തിയടിച്ച ഉശിരൻ. ബലൻ, മഹാബലൻ, മഹാകായൻ, പെരുവയറൻ, കാതുകൂർത്തോൻ, ഭയങ്കരൻ, ഭീമനാഥൻ, തുടുചുണ്ടൻ, തീഷ്ണദംഷ്ട്രൻ, മഹാകുറുമ്പൻ. ഏകലവ്യൻ കാരണവർ നാച്ചിമുത്തിയമ്മായിയെ ഘടോൽഗജന്റെ വീരനാമങ്ങൾ പാടി കേൾപ്പിച്ചു. കുട്ടനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ലായിരുന്നു. എങ്ങനെയൊക്കെയാണ് പുകഴ്ത്തേണ്ടതെന്നറിയാതെ വൃദ്ധൻ വിഷമിച്ചു. തന്റെ കാട്ടുഭാഷയിൽ പരിചിത പദങ്ങളില്ലായിരുന്നു. എല്ലാവരുടെയും കാരണവരായ ഏകലവ്യ മൂപ്പൻ എല്ലാം അറിയുന്നവനാണെന്ന് വനലോകമാകെ പ്രശസ്തമാണ്. എത്ര തലമുറകളാണ് തന്റെ കണ്ണിലൂടെ മാറിമറിഞ്ഞത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട്. വേടന്മാർക്കും മൂപ്പന്മാർക്കും കാട്ടുകുട്ടന്റെ വളർച്ചയിലും പെരുമാറ്റങ്ങളിലും സന്തോഷമുണ്ടായി, ആശങ്കയുമുണ്ടായി. ചെക്കന്റെ ഈ ഇടംപറമില്ലാത്ത പണികളോണ്ട് എന്തൊക്കെ ആപത്താണാവോ ഉണ്ടാവാൻ പോണത്. നാച്ചിമുത്തി മൂപ്പന്മാർ കേൾക്കെ പറഞ്ഞു. അവന്റെ സ്വഭാവ നടപടികൾ വൃദ്ധകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തിന്നും, കണ്ടവരോടെല്ലാം ഗുസ്തി പിടിക്കും, ഏത് കാട്ടുമൃഗത്തിനോടും മല്ലിടും. എല്ലാം കാണുമ്പോഴും മുത്തിമാർ പറയും, വലിയ കാട്ടുമാക്കാന്റെ കയ്യില് പെടാഞ്ഞാ മതിയായിരുന്നു. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ പേടിയുള്ള ജീവിയാണ് കാട്ടുമാക്കാൻ. കടിച്ചു കീറി തിന്നുകളയും. കുട്ടികളെയാണ് കാട്ടുമാക്കാന് ഏറെ ഇഷ്ടം. രാത്രി ഉറങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് കുട്ടികളെ മാത്രം തട്ടിയെടുത്തുകൊണ്ട് പോയിക്കളയും. ഏകലവ്യ വൃദ്ധനും ഹിഡുംബിയും കുട്ടനെ ഉപദേശിച്ചു. അവൻ ഭയപ്പെടത്തക്കവണ്ണം പറഞ്ഞു, കുട്ടാ, കാട്ടുമാക്കാന്റെ കയ്യിൽപ്പെട്ട കുട്ടികൾ പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഘടോൽഗജൻ ചോദിച്ചു, കാട്ടുമാക്കാന് കുട്ടികളില്ലേ? ചോദ്യം കേട്ട് വൃദ്ധനും അമ്മയും ചിരിച്ചു. ഏകലവ്യ മുത്തപ്പന്റെ അടുത്തിരുന്ന മുല്യ മൂപ്പൻ കുട്ടനോട് പറഞ്ഞു, ഇവന്റെ ഒരു കാര്യം. ഡാ കുട്ടാ, കാട്ടുമാക്കാന്റെ കുട്ടികളെ ആരും പിടിക്കാൻ മിനക്കെടില്ല. സിംഹവും പുലിയും ഒക്കെ പേടിക്കുന്ന ജന്തുവാണ് കാട്ടുമാക്കാൻ. കടിച്ചാൽ ഓൻ കടിവിടില്ല. കടിച്ചാൽ കടിച്ചിടം കൊണ്ടേ കാട്ടുമാക്കാൻ പോകൂ. കുട്ടന്റെ മനസ്സിൽ കാട്ടുമാക്കാൻ എന്ന ഭീകരജീവി നിറഞ്ഞു നിന്നു. ഒന്നിനെ കണ്ടു കിട്ടിയാൽ നന്നായിരുന്നു. അവൻ കൂട്ടുകാരോട് അന്വേഷിച്ചു, ആരെങ്കിലും കാട്ടുമാക്കാനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, മാക്കാനോ? കണ്ടാൽ കണ്ടവന്റെ കഥ കഴിക്കും. മറ്റു കൂട്ടുകാർ എല്ലാവരും കൂടി പറഞ്ഞു, നീയൊന്നും മിണ്ടാതിരിയടാ കാട്ടുകൂട്ടാ. മനുഷ്യന്റെ ശബ്ദം കേട്ടാ മാക്കാൻ തിരിച്ചറിയും. മനുഷ്യന്റെ ചൂര് ഓനും നല്ല തിരിച്ചറിവാണ്. മണം പിടിച്ച് കണ്ടെത്തും. കണ്ടെത്തിയാൽ ഇര കിട്ടിയെന്ന് സാരം. മനുഷ്യന്റെ ചൂരറിയുന്ന മൃഗം. കാട്ടുകൂട്ടൻ അതൊരു പുതിയ അറിവായിരുന്നു. തേവൻകുട്ടിക്കും മല്ലൻകുട്ടിക്കും കുട്ടന്റെ ആഗ്രഹം കേട്ട് പേടി തോന്നി. തേവൻകുട്ടി ഭയത്തോടെ പറഞ്ഞു, കുട്ടാ, എന്റെ വല്യച്ഛനെ കടിച്ചു കൊന്നത് കാട്ടുമാക്കാനാണത്രേ. നടക്കാൻ വയ്യാതെ കൂനിക്കൂനി നീങ്ങിയ വല്യച്ഛനെ മാക്കാൻ ഉന്തിയിട്ടു അത്രേ. കുട്ടാ, നീ പറമ്പ തന്നെ എനിക്ക് പേടിയാവണ്. മല്ലൻകുട്ടിയും തന്റെ ഉള്ളിലിരിപ്പ് പ്രകടിപ്പിച്ചു. അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഘടോൽഗജന് ദേഷ്യം വന്നു. അവൻ ഇത്തിരി പരിഹാസത്തോടെ ശാസിച്ചു, എടാ മല്ലൻകുട്ടിയെ, ആരെ നിനക്ക് ഈ പേരിട്ടത്? പുല്ലൻ എന്ന് മതിയായിരുന്നില്ലേ? എടാ, പേടി പേടി എന്നത് മലവേടന്മാർക്ക് പറഞ്ഞിട്ടുണ്ടോടാ? നീ ഏകലവ്യനപ്പൂപ്പനോട് ചോദിച്ചു നോക്ക്. പേടിച്ചിട്ട് എന്താ കാര്യം? ആരാ രക്ഷിക്കാൻ? മലയിലെ ദൈവങ്ങളെ വിളിച്ച് കരയാമെന്നല്ലാതെ വല്ല കാര്യമൊന്നും കാണില്ല. പേടിക്കണമെങ്കിൽ വീരന്മാരായി കാരണവന്മാരെയോ നാട്ടുരാജാവിനെയോ പേടിച്ചോ. ഒരു മൃഗത്തെ പേര് കേൾക്കുമ്പോൾ പേടിക്കുക കഷ്ടം തന്നെ. ഉയരത്തു നിന്നൊരു ശബ്ദം, കുട്ടാ, കുട്ടന്മാരെ ഇങ്ങോട്ട് വരുവിൻ. കുട്ടനും കൂട്ടുകാരും മല കയറി വീതിയുള്ള ഒരു പാറയിൽ ചാരി വലിയ അപ്പൂപ്പൻ ഇരിക്കുന്നു, ഏകലവ്യൻ. അവർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. കുട്ടികളെ മൂന്നുപേരെയും നോക്കിയിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഘടോൽഗജന്റെ മുഖത്ത് തറച്ചു. അവന്റെ കണ്ണുകളിലും തിളക്കം. വൃദ്ധൻ സാവധാനം പറഞ്ഞു, മക്കളെ, വാശിയും വീറും നല്ലതാണ്. ചുണയുള്ള കുട്ടികൾ അങ്ങനെ വേണം. മനുഷ്യരെ പോലെയല്ല,
മൃഗങ്ങൾ. കാട്ടുമാക്കാനെ ഒളിച്ചിരുന്ന് അമ്പെയ്ത് വീഴ്ത്തണം. അവൻ നേരിട്ട് വന്നാൽ പ്രയാസമാണ്. പിന്നെ വലിയ ചതിയൻ കൂടിയാണവൻ. നോവിച്ച് വിട്ടാൽ അടുത്തെവിടെങ്കിലുമുള്ള ഒരു മനുഷ്യജീവിയെ എങ്ങനെയും അവൻ തട്ടിക്കൊണ്ടുപോകും, പച്ചയ്ക്ക് തിന്നും. ആന, പുലി, കടുവ, കരടി, ചെന്നായ എന്നീ പേരുകളൊന്നും കാട്ടാളർക്ക് പേടിയില്ല. കാട്ടുമാക്കാൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും പേടിക്കുന്നു. നിങ്ങളെങ്കിലും പേടിക്കാതിരിക്കണം. ഏകലവ്യ മൂപ്പൻ കാട്ടുകുട്ടനെ നോക്കി പറഞ്ഞു. ഛേ, അവൻ ശബ്ദിച്ചു. കുട്ടന് ആരോടെല്ലാമോ ദേഷ്യം തോന്നി. മലദൈവങ്ങളെ അല്ലാതെ മലവാസികൾക്ക് ആരോടും ഭയമില്ലെന്ന് പറയുന്ന മൂപ്പന്മാർ, വേടന്മാർക്ക് ആകാശവും ഭൂമിയും പാതാളവും ഈ വനമാണെന്ന് അഭിമാനിക്കുന്നവർ, എന്നിട്ടൊരു കാട്ടുമാക്കാനെ ഒതുക്കാൻ പറ്റില്ലെന്ന്. ഘടോൽക്കജന് എല്ലാവരോടും പുച്ഛം തോന്നി. ഏകലവ്യ മുത്തച്ഛൻ തന്നെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് അവൻ അറിഞ്ഞു. എഴുന്നേറ്റ് കൈകാൽ കുടഞ്ഞു. കൈവിരലുകൾ പരിശോധിച്ചു. 2 കൈയിന്റെയും നടുവിരലിലെ നഖം കൂർപ്പിച്ചത് നോക്കി തൃപ്തനായി. സന്ധ്യയാകുന്നു. കൂട്ടുകാരുമൊത്തുള്ള കളികൾ നിർത്തി കുട്ടൻ മടങ്ങാൻ തുടങ്ങി. അമ്മയുടെ വിളി പ്രതീക്ഷിച്ച് വേഗത്തിൽ നടന്നു. ഒരു ഭാഗത്തുകൂടി വേടന്മാർ കൂട്ടമായി ഓടുന്നതവൻ കണ്ടു. ചിലരുടെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. എന്താ എന്താ അവൻ കണ്ടവരോടെല്ലാം ചോദിച്ചു. ഉത്തരം കിട്ടാത്തതുകൊണ്ട് കുട്ടൻ അവരോടൊപ്പം ഓടി. ഓട്ടത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, ഒരു കാട്ടുമാക്കാൻ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. ചെറിയൊരു കരച്ചിൽ കേട്ടു. എങ്ങോട്ടെങ്കിലും മാറിപ്പൊയ്ക്കോ, മേൽ ചാടി വീഴും. അവരോടൊപ്പം ഓടാൻ കൂടണോ? അമ്മയും കൂട്ടത്തിൽ ഓടുന്നുണ്ടാകുമോ? ഉണ്ടാവാൻ വഴിയില്ല. തന്നെ അന്വേഷിക്കുകയാവും. കുട്ടാന്ന് നീട്ടി വിളിക്കുന്നുണ്ടാവും. തൽക്കാലം എല്ലാവരിൽ നിന്നും മറഞ്ഞിരിക്കുക തന്നെ. കുട്ടനൊരു മുൾച്ചെടി പൊന്തയ്ക്ക് പിന്നിൽ കുന്തിച്ചിരുന്നു. ഒരു ഉരുളൻ കല്ല് കയ്യിലെടുത്തു. എവിടെയെങ്കിലും അനക്കമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. മുന്നിലെ പൊന്തയിൽ നിന്ന് 2 മാക്കാൻ കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നു. കുട്ടൻ അനങ്ങാതെ 4 പാടും നോക്കി. തള്ളമാക്കാൻ അടുത്തെവിടെയോ ഉണ്ട്. ഏതായാലും ഓടി രക്ഷപ്പെടാനാവില്ല. മാക്കാന്റെ മുന്നിലേക്കാവും ചെല്ലുന്നത്. ഉരുളൻ കണ്ട് കയ്യിലിട്ടുരുട്ടി പൊന്തയിലിരുന്ന് ചുറ്റും നോക്കി. ഒരു ശബ്ദം അടുത്തുനിന്ന് തന്റെ മുന്നിലെ കുറ്റിപ്പൊന്തയിൽ കുനിഞ്ഞു നോക്കി. തുറിച്ചുരുണ്ട 2 കണ്ണുകൾ തിളങ്ങുന്നു. വട്ടമുഖം, കുറ്റിച്ചെവികൾ, വായ് പിളർന്നിട്ടുണ്ട്. വലിയൊരു പൂച്ചയുടെ മുഖം. പൊന്തയിൽ നിന്ന് അല്പം മാറിക്കിട്ടിയാൽ ഇപ്പോൾ ചാടും എന്ന് തോന്നിപ്പിക്കുന്ന ഇരുത്തം. ചാടിയാൽ തന്റെ തല വരെ അവന്റെ വായിലായേക്കും. ചിന്തിക്കുമ്പോഴേക്കും മാക്കാൻ ഉയർന്നു. കുട്ടൻ കൈവീശി. ഉരുളൻ കല്ല് ഒറ്റയേറ്. മലർന്നു പിറകോട്ട് വീണ മാക്കാൻ ഉരുണ്ടു വിരണ്ട് എഴുന്നേൽക്കുന്നു. ഒരു മരക്കം പൊടിച്ച് അവൻ മാക്കാനെ തല്ലി അതിന്റെ കഴുത്തിന് പിടിച്ചു. ഹിഹീം ഹീം. അവൻ കൈ മടക്കി മാക്കാന്റെ പള്ളക്കിടിച്ചു. ഥും. ശബ്ദമല്ലാതെ ഈ ജന്തുവിന് ഒന്നും പറ്റില്ലെന്ന് കണ്ട ഘടോൽക്കജൻ മറ്റൊരു കല്ലെടുത്ത് മാക്കാന്റെ വായിലെ ഉരുളൻ കല്ലിനു മേടി. കൂടുതൽ കൂടുതൽ കല്ല് തടഞ്ഞു കയറി. വാ പിളർന്നു. കഴുത്തിൽ തുളഞ്ഞു കയറി. അയ്യോ, എന്റെ കുട്ടനെവിടെ? ഓനെന്തു പറ്റി? കുട്ടാ! ഹിഡുമ്പി മുറവിളി കൂട്ടി ഓടി വന്നു. മാക്കാനെ മലർത്തിക്കിടത്തി വയറിന് ഇടിച്ചുകൊണ്ടിരിക്കുന്ന മകനെ അവർ അത്ഭുതത്തോടെ നോക്കി. വലിയ വേടന്മാരും മൂപ്പന്മാരും ആ പുതുമ കണ്ടു. നീ ഒരു ഉശിരൻ തന്നെയടാ, ഒരു മൂപ്പൻ പറഞ്ഞു. നീ ബലവാൻ തന്നെ, അച്ഛന്റെ മോൻ തന്നെ. മൂപ്പന്മാർ അവനെ അഭിനന്ദിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നു. പാതി ജീവനായി കിടക്കുന്ന മാക്കാനെ അവൻ പൊക്കിയെടുത്തു. തൊണ്ടയിൽ തറഞ്ഞ ഉരുളൻകല്ല് അനങ്ങാതെ ഇരിക്കുന്നു. വേടന്മാരും വേടത്തികളും അവനെ പൊക്കിയെടുത്ത് ആഹ്ലാദിക്കുമ്പോൾ ഘടോൽക്കജന്റെ കണ്ണുകൾ ചുറ്റും പരതി. ഓടിപ്പോയ മാക്കാൻ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കും? തള്ളയില്ലാത്ത കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ അവരുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവാം. കുട്ടന്റെ മനസ്സിൽ അപ്പോഴും വലിയ മൂപ്പന്റെ വാക്കുകളായിരുന്നു. നീ ബലവാനാണടാ, അച്ഛന്റെ മോൻ തന്നെ. ഒരു തമാശ പോലെ, വേദന പോലെ അവൻ ആ വാക്ക് ഉരുവിട്ടു. അച്ഛൻ, അച്ഛൻ, അച്ഛന്റെ മോൻ.